അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ചെറിയ ഒരു ദിക്റും അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വലിയ മഹത്വങ്ങളുമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്ന ദിക്റാണ്, ലഫ്ളാണ്, വാചകമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത്. സാധാരണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്റ് പരമാവധി നമ്മൾ ചൊല്ലുന്നവരാണ്. പക്ഷേ അതിൻ്റെ മഹത്വങ്ങൾ നമ്മിൽ പല ആളുകൾക്കും അറിയണമെന്നില്ല. മൊത്തത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മഹാനായ സയ്യിദുന അബൂദർദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതിൻ്റെ മഹത്വം അത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ തൃപ്തികരമായ വാക്കാണ്. അള്ളാഹുവിന് ഏറ്റവും ഒരു അടിമയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാചകമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. മാത്രമല്ല മറ്റൊരു ഹദീസിലൂടെ മുത്തുനബി പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റ് ചൊല്ലുമ്പോൾ അള്ളാഹു അവന് നൽകുന്ന പ്രതിഫലം 1,20,000 ഒരു 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് 1,20,000 പ്രതിഫലമാണ്. മാത്രമല്ല ഒരു ഹദീസിലൂടെ കാണുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ അവനിക്കൊരു ഈത്തപ്പന മരം നട്ടുപിടിപ്പിക്കും. ഈ ഹദീസ് നമുക്ക് മനസ്സിലാകുന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ പതിവാക്കുകയാണെങ്കിൽ ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ കൊണ്ട് സ്വർഗത്തിലേക്ക് നമുക്ക് പോവാൻ കഴിയുമെന്നുള്ള ഉറപ്പാണ്. കാരണം സ്വർഗത്തിൽ ഒരു മരം അള്ളാഹു നമുക്ക് നട്ടുപിടിപ്പിക്കുമ്പോൾ അത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് സ്വർഗത്തിലെത്തിപ്പെടണമല്ലോ. അപ്പോൾ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് സ്വർഗത്തിലേക്ക് പോവാൻ ഒരു കാരണവും കൂടി ആകുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇതിൻ്റെ മഹത്വങ്ങൾ വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. ഒരു ഹദീസ് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു മനുഷ്യൻ രാത്രിയിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, അതുപോലെ തന്നെ ശത്രുവിൽ നിന്നുള്ള അക്രമം, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ ലുബ്ധത വന്നു വരും എന്ന് ഭയപ്പെടുമ്പോൾ നമ്മൾ ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ പതിവാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ വലിയ വലിയ മഹത്വങ്ങൾ ലഭിക്കുന്ന ദിക്റുകൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.